ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ സ്മൂത്തൻ ചെയ്തിയും ഹെയർ കളർ ചെയ്ത മുടിൻ്റെയും സ്ട്രക്ചർ മാറ്റിയെടുക്കാൻ വേണ്ടി ട്രൂ ഹെയർ ഓയിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓയിലിന് വേണ്ടിയിട്ടല്ല ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ എനിക്ക് മെഷീന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ എണ്ണ ചൂടാക്കുമ്പോൾ നമ്മൾ കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എണ്ണ ചൂടാവും, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് വർക്കാവും, ഹീറ്റ് ആവുന്ന ലെവലിൽ ഞാൻ കേട്ടോണ്ടാണ് ഞാൻ അത് വാങ്ങാൻ കാരണം. അപ്പോൾ ഏതായാലും എണ്ണ ഫ്രീ കിട്ടിയ വെച്ചിട്ടാണ് ഞാനത് ഉപയോഗിച്ചത്. പക്ഷേ മുടി ഒരുപാട് വളർന്നിട്ടില്ലെങ്കിലും സ്ട്രക്ചർ മാറ്റി നല്ലൊരു സോഫ്റ്റ് മുടിയാവാൻ തുടങ്ങി. എങ്ങനെ യൂസ് ചെയ്യാൻ വെച്ചാൽ ഈ മെഷീനിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിക്കുകയാണ് വേണ്ടത്. ഒഴിച്ചിട്ട് നമ്മളിത് മൂടി വെക്കാം. നമുക്ക് ആവശ്യമുള്ള എണ്ണ ഉപയോഗിച്ചാൽ മതി. കുറച്ചാണെങ്കിൽ കുറച്ച് ഞാൻ എപ്പോഴും എണ്ണ ഉപയോഗിച്ചിട്ട് ഷാമ്പ് ചെയ്ത് കളയും, കാരണം ഒരുപാട് ഓയിൽ വേണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യത്തിൻ്റെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും. എന്നിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് നമ്മളായിട്ട് നോക്കി നിൽക്കുന്നു വേണം. നമ്മൾ ഇത് ഓൺ ആക്കി നമ്മൾ പണിക്ക് പോയി നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേന് അത് ഒരുപാട് ടൈമല്ല, കുറച്ച് ടൈം മതി, അത് ഓഫ് ആവും. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അർത്ഥം അതിൻ്റെ ടെമ്പറേച്ചറിൽ അതായിന്നാണ്. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മളെ വിരൽ ടിപ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ടെമ്പറേച്ചറിൽ അത് ഓഫ് ആവുക. എന്നിട്ട് നമുക്കത് നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത് ഈ ഒരു ട്രൂ ഹെയർ ഓയിലിൻ്റെ യൂസ് ഞാൻ പറഞ്ഞല്ലോ, മുടി ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷേ മുടി നന്നായി സ്ട്രക്ചർ മാറി കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.